പൊതുജീവിതത്തിൻ്റെ ശുദ്ധിക്കും സമൃദ്ധിക്കും ഇതുപോലുതകുന്ന യജ്ഞം ഒന്നുണ്ടോ വേറെ? വൈലോപ്പിള്ളിയുടെ തീയിടലിൽ പറഞ്ഞതുപോലെ. സാർ, സംസ്ഥാനം പ്രളയവും കോവിഡാനന്തരം നികുതിയും നികുതിയേതര വരുമാനവും 70% സ്വന്തം ചെലവ് നടത്തുന്ന അവസ്ഥയിലേക്കുള്ള ഒരു വലിയ മുന്നേറ്റവും ഏറെ പ്രതീക്ഷയോടുകൂടി ഒരു സൂര്യോദയത്തിന് കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ അംഗീകരിക്കുന്നു. സാർ, ധനകാര്യ രാഷ്ട്രീയ ജനാധിപത്യ ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെച്ച് തങ്ങൾക്കിഷ്ടമില്ലാത്ത സർക്കാരുകളെ ചവിട്ടിമെതിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒരക്ഷരം പറയാൻ അപ്പുറയുള്ളവർക്ക് കഴിഞ്ഞില്ലെങ്കിലും ഈ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ പറഞ്ഞത് നവകേരള സൃഷ്ടിക്ക് നയപ്രഖ്യാപനം എന്നാണ് ഈ ബഡ്ജറ്റിനെ അവതരിപ്പിച്ചത്. ഒരുപക്ഷെ ക്ഷേമ ടെൻഷൻ എന്ന് മലയാള മനോരമയ്ക്ക് മാത്രമേ പറയേണ്ടി വന്നുള്ളൂ. രാഷ്ട്രീയ തിമിരം പിടിച്ച ചില പത്രമാധ്യമങ്ങളും പറഞ്ഞു. എന്നാൽ ഈ ബഡ്ജറ്റിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രതിഷേധം UDF-നോ BJP-ക്കോ തെരുവിലിറങ്ങി നടത്താൻ കഴിഞ്ഞോ? അത് ഈ ബഡ്ജറ്റിനും ഈ വരാൻ പോകുന്ന കാലത്ത് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിക്കുമുള്ള നിങ്ങൾ നൽകുന്ന അംഗീകാരമായിട്ട് ഞങ്ങൾക്കത് വിശ്വസിക്കാനാവും. സാർ, സംസ്ഥാനങ്ങൾ പിരിച്ചെടുക്കുന്ന പണം അങ്ങ് വടക്ക് ഭഗവാന്റെ കുണ്ടിയിലേക്ക് കൊടുക്കണം. ചെലവോ ഈ കുചേലതുല്യരായ സംസ്ഥാനങ്ങൾ വഹിക്കണം എന്നതാണ് പുതിയ സാമ്പത്തിക നയം. ഇത് അനീതിയാണ് സാർ, ഇത് അന്യായമാണ് സാർ. അത് പറയാനാ ഫെബ്രുവരി 8-ന് ഞങ്ങൾ പോയി. ഇവിടെ ശ്രീ PC വിഷ്ണുനാഥ് പറഞ്ഞല്ലോ, 2022 GST-യുടെ നഷ്ടപരിഹാര തുക നിർത്തി. എന്നാൽ ശ്രീ PC വിഷ്ണുനാഥ് അന്വേഷിക്കണം, 2026 വരെയാണ് കേന്ദ്ര നഷ്ടപരിഹാര തുക പിരിച്ചെടുക്കുന്നത്. ആരുടെ നഷ്ടം നികത്താനാ? ഈ സംസ്ഥാനങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക കൊടുക്കേണ്ടതിനാണത്. നിങ്ങളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവിടെ കിബിയെക്കുറിച്ചും പറയുന്നുണ്ട് സാർ. കിബിക്കെതിരായി BJP-ക്കാരൻ ഒരു പരാതി കൊടുത്തപ്പോൾ ആ പരാതിക്ക് വക്കാലത്ത് പോയത് അങ്ങിരിക്കുന്ന കുഴൽനാടനല്ലേ. എന്നാൽ ആ തൊടുപുഴയിൽ വെച്ചിട്ടുള്ള ഓരോ ബോർഡുകൾ നോക്കണം, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ വെച്ചിട്ടുള്ളത്, അതുപോലെ മൂവാറ്റുപുഴയിൽ വെച്ചിട്ടുള്ളത്, അതുപോലെ UDF-ൻ്റെ അംഗങ്ങൾ വെച്ചിട്ടുള്ള ബോർഡുകൾ നോക്കണം. അത് എവിടെ നിന്നാണ് ആ ഫണ്ട് വന്നത്? ആ കിബിയിൽ നിന്ന് തന്നെയാണ് സാർ. ആ കിബിയും കൊണ്ടാണ് ഇപ്പോൾ കേരളം ഇതിനെ മറികടക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ BJP കേന്ദ്ര ഭരണം 57,000 കോടി രൂപയുടെ വെട്ടിക്കുറച്ചു സാർ. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും പുതിയൊരു വ്യവസായവും നമുക്കില്ല. എയിംസ് പോലുള്ള ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പദ്ധതിയുമില്ല സാർ. ശബരിപാത ഉൾപ്പെടെയുള്ള ഒരു തീവണ്ടിപ്പാത പോലുമില്ല നമുക്ക് സാർ. ദേശീയ ഭൂമി ഏറ്റെടുക്കാൻ 25% ഫണ്ട് നമ്മളാണ് കൊടുക്കുന്നത്. കടം എടുക്കരുത്, പെൻഷൻ കൊടുക്കരുത്. അങ്ങ് കേന്ദ്രത്തിൻ്റെ തിട്ടൂരമാണ് സാർ. കേരളം എന്താ രണ്ടാം അമ്മയുടെ മക്കളാണോ ഈ കേരളത്തിലുള്ള ജനത? സാർ, കേരളീയർക്കും വളരണം. അതാണ് നവകേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള നയപ്രഖ്യാപനം സാർ. ഡെവലപ്മെന്റ് സോൺ 3 ലക്ഷം കോടിയുടെ പുതിയ പ്രതീക്ഷകളാണ് ഇവിടെ വിൽക്കുന്നത്. ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ആക്ഷേപമുണ്ടാകും. പക്ഷേ ഈ സഭയ്ക്കകത്ത് പറയാറുണ്ടല്ലോ, വിദേശത്തേക്ക് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു, അതിനൊരു നിയന്ത്രിതമായ രൂപത്തിൽ യൂണിവേഴ്സിറ്റികൾ അവർക്കിവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ആ പോക്കും നിൽക്കും, ഇവിടുത്തെ വരുമാനവും ഉണ്ടാവും. പുതിയ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് കൊടുക്കാൻ കഴിയും സാർ. 1000 കോടി രൂപയുടെയാണ് പുതിയ പ്രഖ്യാപനം റോഡുകളുടെ നിർമ്മാണത്തിന്. നവകേരള സദസ്സിനെ പൊളിക്കാൻ നടന്ന UDF MLA-മാരുള്ള മണ്ഡലത്തിലേക്കും അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ 1000 കോടി രൂപ ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഈ സാമ്പത്തികത്തിൻ്റെ കെട്ടുകാലം നിലനിൽക്കുന്ന അവസ്ഥയിലും സംസ്ഥാനത്തെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു DA കൊടുക്കാൻ തീരുമാനിച്ചു സാർ. പെൻഷൻ പരിഷ്കരണം കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചതും ഈ കാലഘട്ടത്തിലാണ് സാർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു സമരമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ നടത്തിയത് സാർ. വിവിധ സംസ്ഥാനങ്ങളിലെ, പഞ്ചാബിലെ, ഡൽഹിയിലെ മുഖ്യമന്ത്രിമാർ വന്നു സാർ. മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള അങ്ങ് ജമ്മു കാശ്മീരിൽ നിന്ന് പങ്കെടുത്തു സാർ. അതുമാത്രമല്ല, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ഓൺലൈൻ വഴി അതിൽ പങ്കെടുത്തു. 14 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. 18 MP-മാർ ഈ കേരളത്തിലുണ്ടായിരുന്നു. അങ്ങ്
വടക്ക് ഡൽഹിയിൽ ഈ കേരളത്തിലെ 3.5 കോടി മലയാളികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ അവിടെ എത്തിയ ഏതെങ്കിലും ഒരാളെ ഒന്ന് അന്വേഷിക്കാൻ ഇവരുണ്ടായിരുന്നോ? അതിനുള്ള മറുപടി വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടും. അതിന് തർക്കിക്കാനൊന്നും പോകുന്നില്ല. സാർ, ഇവിടെ പുഷ്പനെ അറിയാമോ എന്നാണ് ചോദിക്കുന്നത്. ചില ആളുകൾ ഇവിടെ പറഞ്ഞത് എന്താ? രക്തസാക്ഷിത്വത്തെയും വിറ്റ് ഈ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നവരാണെന്ന് അധിക്ഷേപിച്ചത്. ആരെ വിറ്റിട്ടാണ്? ആരുടെ രക്തസാക്ഷിത്വം വിറ്റിട്ടാണ് ഈ സഭയ്ക്കകത്ത് വന്നിരിക്കുന്നത് എന്ന് അവർ ഓർക്കുന്നത് അവർക്ക് നല്ലത് എന്ന് എനിക്ക് പറയാറുള്ളൂ. സാർ, അതുതന്നെയാണ് ഞങ്ങൾക്കും ചോദിക്കുന്നത്. നിങ്ങൾ അവരുടെ കുഴിമാടം കുളം തോണ്ടിയവരാ. ഈ കേരളത്തിന്റെ അവസ്ഥയെ നിങ്ങൾ കുഴിമാടമാക്കി മാറ്റിയവരാ. അവിടെ നിന്നാണ് ഒരു സൂര്യോദയം ഈ ബഡ്ജറ്റിലൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ നേതാക്കന്മാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. വിവരവും വിവേകവുമുള്ള കർണാടകയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ചെന്നു. വിവരം കെട്ട പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ഞങ്ങൾക്കെതിരെ പേക്രോം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അവിടെ വൈറ്റ് പേപ്പർ അവതരിപ്പിച്ച് UPA ഗവൺമെന്റിനെ അടിച്ചു ശ്രീമതി നിർമ്മല സീതാരാം. പക്ഷേ അതിന് ബ്ലാക്ക് പേപ്പർ അവതരിപ്പിച്ചു അല്ലേ? ബ്ലാക്ക് പേപ്പറിൽ എന്താ പറഞ്ഞ്? കേരളം പോലുള്ള സംസ്ഥാനത്തിനെതിരെ ഈ കേന്ദ്രം നടത്തുന്ന നടപടികൾക്കെതിരെയാണ് ഖാർഗെ അവിടെ സംസാരിച്ചത്. അത് അവർക്ക് തിരിച്ചറിവുള്ളത് കൊണ്ടാ. നിങ്ങൾക്കത് തിരിച്ചറിവില്ലാത്ത പോയതിൽ ഞങ്ങൾക്ക് എന്ത് പറയാനുള്ളതാണ്? സാർ, ഇപ്പോ പൊതുജനം നേരിടുന്ന 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട് സാർ. അതിലൊന്ന് പൊതുവെ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിൽ അലയുന്ന പട്ടികളുടെ ശല്യമാണ്. പട്ടി എന്ന് പറഞ്ഞാൽ ഇനി കേസെടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്താണെങ്കിലും സാർ, മറ്റൊന്നുള്ളത് പൊതു ഇടങ്ങളിലൂടെ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് മോദിയുടെ സെൽഫി നടത്താൻ വേണ്ടിയിട്ടുള്ള ഏത് ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയാൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയാൽ, ഇപ്പോൾ ഇതാ വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാ റേഷൻ കടകളിലും ആ മോദി സെൽഫി ഉണ്ടാവണം. എന്താണ് അവർക്കുള്ള അഭിപ്രായം? അവരിവിടെ പറഞ്ഞോ സാർ? ഈ കേരളത്തിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ലൈഫ് മിഷനിലൂടെ 5 ലക്ഷം പേർക്ക് വീട് കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആണത്. അത് കൊടുക്കുക തന്നെ ചെയ്യും. അതിനൊരു തർക്കവും വേണ്ട. 75,000 രൂപയും 1.25 ലക്ഷം രൂപയും അങ്ങ് വടക്ക് നിന്ന് ഇവിടെ എഴുന്നള്ളിച്ചതിന് അദ്ദേഹത്തിന്റെ വലിയ പോസ്റ്റർ, ഈ വീടിന്റെ ഐശ്വര്യം അങ്ങ് വടക്കുള്ള ദൈവമാണെന്ന് വെക്കണമെന്നാ പറയുന്നത്. മനസ്സില്ലെന്നാണ് ഈ കേരളത്തിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രി സഭയിൽ പറഞ്ഞത്. അങ്ങനെ വേണ്ടി വന്നാൽ നിങ്ങൾ ആ ഫണ്ട് നിരോധിച്ചാലും ഞങ്ങൾ കടമെടുത്തിട്ടാണെങ്കിലും അത് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു ആർജവം ഈ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് അഭിമാനിക്കുന്നു സാർ. മറ്റൊരു കാര്യമുള്ളത്, അന്ന് കേന്ദ്രത്തിൽ അവിടെ പങ്കെടുത്തിട്ടുള്ളവർ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും പ്രസക്തമായ വരികളുണ്ട്. അത് നമ്മുടെ രാജ്യം തന്നെ ഉറ്റുനോക്കിയ ആ സമരത്തിൽ പറഞ്ഞ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞൊരു സുപ്രധാന വാചകമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കേരള മുഖ്യമന്ത്രി സംസാരിച്ച ഭാഷ എനിക്കോ ഞാൻ സംസാരിച്ച ഭാഷ അദ്ദേഹത്തിനോ മനസ്സിലാവില്ല. പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട്. നാം ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാം അതിജീവനം അസാധ്യമാകുമെന്ന ആ പ്രായമായ മനുഷ്യൻ വന്ന് അവിടെ പ്രഖ്യാപിച്ച ആവേശകരമായ പ്രസംഗത്തിലെ വരികളാണ്. അത് നിങ്ങൾ ഓർക്കണം. തൊട്ടടുത്തിരിക്കുന്ന പച്ചധാരികളും നന്നായിട്ട് ഓർക്കുന്നത് ഏറെ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സാർ. പിന്നെ സാർ, ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. ഇവിടെ മുട്ട് വിറയ്ക്കലിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ നൗഷാദ് MLA പറഞ്ഞു, ആരുടെ മുട്ടാണ് വിറയ്ക്കുന്നത്, ആരെ കാണുമ്പോഴാണെന്ന. ദ ലാസ്റ്റ് സപ്പർ ലിയാനോ ഡാവിഞ്ചിയുടെ ഒരു വലിയ പ്രസിദ്ധമായ ചിത്രമാണ്. പക്ഷെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആൾ ദ ലാസ്റ്റ് ലഞ്ച് അടിച്ചു വന്നത് നിങ്ങൾ മറന്നു പോകരുത്. പ്രേമചന്ദ്രൻ നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ വഞ്ചനയാണ്. ഈ കേരളത്തോട് അനീതി കാണിക്കുന്നവർക്കൊപ്പം ഇരുന്ന് എന്തും ചെയ്യാമെന്ന ധിക്കാരമാണ്. അത് തന്നെയാണ് അവർ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ. ഒരു നയവും പ്രഖ്യാപനവുമില്ല സാർ. അവർ പറഞ്ഞത് ജൂൺ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ ഞങ്ങൾ എന്നാൽ അതല്ല ഈ കേരളത്തിലെ ബഡ്ജറ്റ് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ ധനമന്ത്രി പറഞ്ഞതുപോലെ തകരില്ല കേരളം.
തളരില്ല കേരളം, തകർക്കാൻ നിങ്ങൾക്കാവില്ല കേരളം. ഇത് വളരും പുതിയൊരു സൂര്യോദയത്തിന് എന്ന് മാത്രം പറഞ്ഞ് ബഡ്ജറ്റ് ഞാൻ അംഗീകരിക്കുന്നു.